ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു മോഡേൺ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ലെങ്തുള്ള ടോപ്പല്ല, ലെങ്ത് കുറഞ്ഞിട്ടുള്ള ടോപ്പാണ്. നമ്മുടെ കയ്യിൽ ഒരു മീറ്റർ 1.5 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം ഞാനിതിൻ്റെ സ്ലീവ് എടുത്തിരിക്കുന്നത് പിന്നെ പർദ്ദയുടെ ഷോളു ആണ് സ്ലീവായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിടാം. 4ആയിട്ട് മടക്കുമ്പോൾ ഫ്രണ്ട് പാർട്ട് ഇച്ചിരി കൂട്ടിയിട്ടിടണം. എന്ന് വെച്ചാൽ നമുക്ക് പടിക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് കൈക്കുഴിയുടെ ലെങ്തും പിന്നെ ബോഡി പാർട്ടിൻ്റെ ലെങ്തും പിന്നെ ബ്രസ്റ്റ് അളവും ഷേപ്പും എല്ലാം അടയാളപ്പെടുത്തി നമുക്ക് കൊടുക്കാം. ഞാനത് വിശദീകരിച്ച് പറയാത്തത് ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് പറയാത്തത്. അപ്പോൾ നമുക്കത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടിൽ ഒരു സെൻറ്ററിൽ ഒരു കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് മടക്കി മാറ്റാം. അതിനുശേഷം നമുക്ക് താഴേക്കുള്ള സ്കർട്ട് പാർട്ടാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഇത്രയേ ഉള്ളൂ. ബാലൻസ് ആയിട്ട് മെറ്റീരിയൽ അതിനെ 2ആയിട്ട് കട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഇതുപോലെ ഞാൻ വീതിക്കിട്ട് മടക്കിയിട്ടുണ്ട് ബാലൻസ് വരുന്ന തുണി. അതിനുശേഷം നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. സെൻറ്റർ കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ടാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു പർദ്ദയുടെ ഷോളാണ്. ആ ഷോളിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ട്. അത് നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വരാൻ പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2ആയിട്ട് മടക്കുക, വീണ്ടും ഒന്നുകൂടി മടക്കി 4ആയിട്ട് മടക്കിയിടുക. ഇതുപോലെ 4ആയിട്ട് മടക്കിയതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം വിട്ട് മുകളിലത്തെ വിട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ കൈകുഴി വളച്ച് വരച്ച് കൊടുക്കാം. താഴെ നമ്മളൊന്നും ചെയ്യുന്നില്ല. താഴത്ത് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ സൈഡ് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് പിടിപ്പിക്കുന്നത്. അതിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം യോക്ക് പാർട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്കിതുപോലെ ഒരു പടി പോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. നമ്മൾ താഴേക്ക് പടിക്ക് പിടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്കർട്ട് പാർട്ടിൽ പടി പിടിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ സ്കർട്ട് പാർട്ടിൽ പടി പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പടി പിടിപ്പിക്കാമെന്ന് കരുതിയത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഫ്രണ്ട് പാർട്ടിലെ 2 സൈഡും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗത്ത് വരുമ്പോൾ കുറച്ച് വിട്ട് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ പടിയിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. താഴത്തെ സ്കർട്ട് പാർട്ടിലും ഒന്ന് സ്റ്റിച്ച് ഇതുപോലെ പടി കണക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് താഴ്ഭാഗത്ത് നമുക്കൊന്ന് വിട്ട് കൊടുത്തിട്ട് ഇച്ചിരി സ്റ്റിച്ച് ചെയ്യാതെ വിടുക. അതിനുശേഷം നമുക്ക് സ്കർട്ട് പാർട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അതും ഇതും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. അത് ഞാൻ ലാസ്റ്റ് വരുമ്പോൾ കാണിക്കാം. ഇപ്പം നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടും പിന്നെ ബാക്ക് പാർട്ടും കൂടെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ യോജിപ്പിക്കാം. ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അറ്റത്ത് നിന്നും ഇതുപോലെ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്ത് നമുക്ക് 2 സൈഡും യോജിപ്പിച്ചെടുക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഷോൾഡർ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഞൊറു പിടിപ്പിക്കാം. താഴത്തെ സ്കർട്ട് പാർട്ട് എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ യോക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്കർട്ട് പാർട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ ഞൊറു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പടിയുടെ ഭാഗം വരുമ്പോഴത്തേക്കും കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അവിടെ വരുമ്പോഴത്തേക്കും ഞൊറു ഇട്ട് കൊടുക്കണ്ട. നമുക്കവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. താഴേക്ക് പടി കണക്ക് ഇതുപോലെ മടക്കി മുകളിൽ പടി പിടിപ്പിച്ച പോലെ തന്നെ മടക്കി താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ചുമ്മാ വിട്ട് കൊടുത്താൽ മാത്രം മതി. ഫ്രണ്ട് പാർട്ട് രണ്ടും നമ്മൾ ഞൊറുവിട്ട് കൊടുത്തതിന് ശേഷം ബാക്ക് പാർട്ടും നമുക്ക് ഞൊറുവിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഞൊറുവിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ എടുത്ത്
ഷോൾഡർ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അത് മറിച്ചിട്ടിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ട് മടക്കിയടിക്കാം. ഒരു ചെറിയ മടക്കമുണ്ട്, അതിൻ്റെ കൂടെ ഒന്നുകൂടി നമുക്കൊന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനാണ്. ഇലാസ്റ്റിക് ഇതുപോലെ ചെറിയ കുഞ്ഞ് ഇലാസ്റ്റിക് നമുക്കിതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് സ്ലീവ് നമുക്ക് ഇലാസ്റ്റിക്കാണ് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതുപോലെ സ്ലീവ് കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ള് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഫുള്ള് കയറ്റിയതിന് ശേഷം ഇതുപോലെ സ്ലീവ് 2ആയിട്ട് മടക്കി കൊടുക്കുക. 2ആയിട്ട് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ 2-3 സ്റ്റിച്ചിങ് ഇങ്ങനെ കൊടുക്കുക. എന്നുവെച്ചാൽ ഇലാസ്റ്റിക് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അവിടെ സ്റ്റിച്ചിങ് കെട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം താഴേക്ക് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഫുള്ള് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. താഴെ വരെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് 2 സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ മുകളിൽ നിന്ന് താഴേക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഫ്രണ്ട് പാർട്ടിലേക്ക് താഴെ വരെ ഞാൻ പടി വയ്ക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ 2 സൈഡും ഫ്രണ്ട് പാർട്ടിൻ്റെ 2 സൈഡും ഇതുപോലെ നല്ല വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സൈഡും അടിച്ചതിന് ശേഷം നമുക്കിനി കോളറാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. കോളർ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെക്കൊന്ന് മടക്കുക. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഫ്രണ്ട് പാർട്ടിലേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇട്ട് മടക്കിയിട്ട് ഫുൾ നെക്ക് എത്രയുണ്ടെന്ന് നോക്കുക. അതിന് ശേഷം ഇതുപോലെ എത്രയാണോ കിട്ടുന്നതെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മെറ്റീരിയലിനെ ഇതുപോലെ 2ആയിട്ട് മടക്കുക. എന്നിട്ട് നെക്കിനെ കാട്ടി 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക. 1 ഇഞ്ച് കൂട്ടിയിട്ടെടുത്തിട്ട് നമുക്ക് വിട്ട് ഒരു 2 ഇഞ്ച് വരാൻ പാകത്തിന് എടുക്കുക. മടക്കിയിടുമ്പോൾ 2 ഇഞ്ച് വരാൻ പാകത്തിന്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ 2 താഴ്ഭാഗം നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 സൈഡും നമുക്കൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കാനാണുള്ളത്. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ മടക്കാം. ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ഉൾഭാഗമാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നത്. ഇതുപോലെ ഉൾഭാഗത്ത് നമുക്കിതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഉൾഭാഗം പുറത്തേക്ക് വരുന്ന ഭാഗമല്ല, ഇത് ഉൾഭാഗമാണ്. ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അത് നമുക്ക് മറിച്ചെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 സൈഡിലും ഓരോ കുത്തിട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് ഇതുപോലെ കുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കത് മറിച്ചെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കാം. മറിച്ച് കറക്റ്റാക്കി വെക്കുക. ഇതുപോലെ കറക്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നെക്കെടുത്ത് വയ്ക്കാം. നെക്കെടുത്ത് വെച്ചതിന് ശേഷം കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ എടുത്ത് വയ്ക്കുക. ബാക്ക് പാർട്ടിൽ നമ്മൾ സെൻറ്ററിൽ കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഈ നെക്ക് ഉള്ളിൽ വരണം. ഈ പടിയുടെ ഉള്ളിൽ വരാൻ പാകത്തിന്, ഈ കോളറിൻ്റെ ഉള്ളിൽ വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് നെക്കിൻ്റെ ഉള്ളിലാണ്, കോളറിൻ്റെ ഉള്ളിലാണ് നെക്ക് വരേണ്ടത്. ഇതുപോലെ കോളറിൻ്റെ ഉള്ളിൽ നെക്ക് വരുത്തി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം തിരിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം.
ഇനി അടുത്ത നെക്കിൻ്റെ താഴ്ഭാഗത്ത് വരെ ഇതുപോലെ നെക്ക് ഉള്ളിൽ വെച്ച് കൊടുത്ത് കോളറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഒരു സിമ്പിൾ കോളറാണ്. സിമ്പിളായിട്ട് നമുക്കൊന്ന് കോളർ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അല്ലെങ്കിൽ വക്രം വെച്ചിട്ട് ക്യാൻവാസ് വെച്ചും നമ്മൾ നെക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ കോളറിൻ്റെ സൈഡിൽ കൂടി ഇതുപോലൊന്ന് ഒരു പ്രസർ അകലത്തിൽ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ടും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കോളർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പാർട്ട് ഈ കോളർ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമുക്കൊരു ഓപ്പണിങ്ങിന് കുറച്ച് സ്പേസ് ഒരു 4 ഇഞ്ച് സ്പേസ് ഇട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക് നമുക്ക് ഒരുമിച്ച് അങ്ങ് അടിച്ച് കൊടുത്തേക്കാം. അപ്പം കറക്റ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടൺസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ എനിക്ക് താഴ്ഭാഗം മടക്കുന്ന സ്റ്റിച്ച് ചെയ്താൽ കാണിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഫ്രണ്ടിൽ നമുക്ക് എത്രയാണോ അകലത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ ആ അകലത്തിൽ നമുക്ക് ഇതുപോലെ പിന്നെ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.